ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ രാത്രിയാണ് ഇന്നത്തെ പാക്കിങ്ങിന് വേണ്ടി നാളത്തെ പാക്കിങ്ങിന് വേണ്ടി അവിടെ ഫിഷിനെ എടുക്കാൻ വേണ്ടി പോകണം. നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് ഇട്ടിട്ടുണ്ട്. സോ ലാസ്റ്റ് ഞാൻ ഫിഷിൻ്റെ ഒരു പാക്കിംഗ് വീഡിയോ ഇട്ടതിലുണ്ട്. ആ വീഡിയോ കണ്ട് എല്ലാവർക്കും ഫിഷ് കൊള്ളാമെന്ന് മനസ്സിലായിക്കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഏകദേശം ഒരു 100 ഓർഡേഴ്സാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. സോ അതിലെനിക്ക് എടുക്കാൻ വേണ്ടിയതാണ് ഇപ്പോൾ പോകാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ബാക്കി ഫിഷ് എടുക്കാൻ വേണ്ടി. സോ നമ്മളിന്ന് രാത്രി ഫിഷ് എടുക്കാൻ വേണ്ടി പോകുന്ന സ്ഥലമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിഷ് എടുക്കാൻ വേണ്ടി പോകാം. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് ദൂരമുണ്ട്. ഓക്കെ, ചലിക്കുന്നത് നമ്മുടെ വണ്ടി അവിടെ ഓണാക്കാൻ പോകാൻ. ഓക്കെ, നമ്മൾ വണ്ടി ഓണാക്കി നമുക്ക് ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. ഏകദേശം ഒരു 13 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, പെട്രോളും കുറവാണ്. പെട്രോളൊക്കെ അടിച്ചിട്ട് വേണം പോകാനാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എത്തിക്കഴിഞ്ഞു. ഈ പ്ലേസിൽ നിന്നാണ് നമ്മളിപ്പോൾ ഫിഷ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അവിടെ പോയി നമുക്ക് വിളിക്കാം. രാത്രിയാണ്, കാരണം നാളെ കുറേ ഓർഡേഴ്സ് ഉണ്ട്. സോ അതുകൊണ്ട് അതെല്ലാം കൊടുത്തു തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. യെസ്, ഇതാണ് പ്ലേസ്. പേടിക്കേണ്ട, ഇതെൻ്റെ സ്വന്തം അപ്പൂപ്പൻ്റെ വീട് തന്നെയാണ്. ഞാൻ തന്നെയാണ് ഇവിടെ മീൻ വളർത്തിയിട്ടുള്ളത്. അപ്പൂപ്പ, തന്നെ ക്യാമറ ആയിട്ട് പോണ്ട. മീനെടുക്കാം വാ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ കവറുകളെല്ലാം എടുത്തുകൊണ്ട് നമുക്കിനി സാധനം എടുക്കാൻ വേണ്ടി പോകാം. രാത്രിയാണ്. പക്ഷേ എത്തിട്ടാ ഇതുണ്ടാ വലയുണ്ടാ? ഏതില്ല? വെള്ളയാ കറുപ്പാ കുഞ്ഞിട്ടാ? മക്കളൊരു കാര്യം ഇതൊക്കെ തന്നെ വിൽക്കാനുള്ളത്. ഇവിടെ ഇത് കിടക്കണ വലുത് പിടിച്ചിടും. ഓർ വലുതായിപ്പല്ലേ? വേറെ ഇല്ലേ? ഇതേ ഉള്ളൂ ആ പെണ്ണ്? അല്ല, പെണ്ണ് എൻ്റെ കയ്യിൽ കാണും. ആണ് ഇത്രയേ ഉള്ളൂ? ആണ് കുറെ ഉണ്ടാ പച്ചാ? ആണ് 2 കിടക്കുന്നത്. അപ്പൊ ആണ് കുറച്ച് നേരത്തോണ്ട് പോവാം. ഇതിന് കിടക്കാണല്ലേ? ഓ അപ്പച്ച ചുമ്മാ പിന്നെ പറഞ്ഞ എന്തെങ്കിലും പെണ്ണ് കുഞ്ഞിടെ അയിലെന്ന് പറഞ്ഞു ഉണ്ടല്ലേ? ഇത് എല്ലാം കൂടി വിലക്ക് കിട്ടുന്നില്ലെന്ന്. ഓ അങ്ങനെ. അതുകൊണ്ട് ഇതിനെ അങ്ങ് വിൽക്കാം. വരുന്നേ ഓ ഇതിന് കിടക്കണ് കുറേ. അത് കണ്ടാ? അതൊക്കെ തന്നെ ഫ്രണ്ട്സ്, അത് ഒരു 10 എടുക്കാതെ. 10 ജോഡിയാ? ഓ 10 ജോഡിയൊന്നുമില്ല. കാണൂലേ? ആണ് കാണൂല. ആണെങ്കിലും ഞാൻ എടുക്കാം. ഇത് എത്രയാണ് കാണും? പക്ഷേ വെള്ള അത് വാങ്ങിക്കാറാവോ? ഓ ഓ അത് പോവും. അത് ശരി. ആ തൂണിൽ മാത്രം പിടിക്കരുത്, എണ്ണ. വെള്ളം അതിനെടുക്കട്ടെ. അതിനെടുക്കത്താവില്ലേ? വെള്ളം കൊടുത്താ ഓ ഇത് പോവില്ല. പോകുന്നെങ്കിൽ വേണ്ട. എന്താ ഇതാ? ഇത് പോവും. ഈ സൈസ് പോവാ. ഞാൻ എടുക്കാം. അത്യാവശ്യമുള്ളതൊക്കെ പോവും. എന്തെങ്കിലും പെണ്ണ് കിടപ്പുണ്ട്. ആണാണെങ്കിൽ അപ്പം ഇവിടെ നിന്ന് എടുക്കുമ്പോൾ കറക്റ്റ് ആവുമല്ലോ. അപ്പോൾ എൻ്റെ പെണ്ണല്ലേ കൂടുതൽ? വേറൊന്നും എനിക്കറിയില്ല. ഇതിൻ്റെ പെണ്ണും ആണോന്ന് എനിക്കറിയില്ല. അത് വലുതുണ്ടോ? ഇനി വിളിച്ചോണ്ട് പോവാ. ഈ വലുത് കിടക്കട്ടെ. അതാ എടുക്കാനത്. വാവറെങ്കിൽ നോക്കണ്ട. അതിലായിട്ട് ഇത് കറുത്തത്. വെള്ളം എടുക്കാൻ. ഇത് കറുത്ത. ഇത് 2 ജാവലാണ്. 4-5 ജാവൽ വരുന്നു. ബാക്കി എന്ത് ചെയ്താലും ഇവിടെ കാര്യമില്ല. പച്ചമായിക്കൊണ്ടിരിക്കണം. ശരി തന്നെ. പിടിച്ചോ. ഒരിക്കൽ വന്നാലേ പിന്നെ ഇവിടെ നിന്ന് പോവില്ല. അത് കൊക്കെ വരായിട്ടിരുന്ന ആയാ 12 കാണും. ഓക്കെ,
ഇത് പെട്ടെന്ന് വളർന്നു ഇല്ലേ? ഇത് വളരാൻ തുടങ്ങി ഞാൻ വളർന്നുള്ളൂ. വളഞ്ഞു വേണം. ഇത് ഇന്നും കൊണ്ട് കൊടുക്കാനാ? നാളെ അത്ര വെള്ളം മതിയോ കിടക്കുമോ? ഞാൻ ഇപ്പോൾ പോവില്ല. പോവില്ല. അത് എന്നിട്ട് വേറെ വെള്ളത്തിട്ടേക്കോ? നാളെ കൊണ്ടുപോകുന്നത് അത്രയും വെള്ളം മതിയോന്നാണ്. അല്ലല്ല, ഞാൻ ഇന്ന് പോയിട്ട് വേറെ ചെറുപ്പത്തിലാക്കും. അല്ലെങ്കിൽ ഇത് പാവ മീനുകൾ വെടിയാവും. കാണിച്ചപ്പോൾ ലൈറ്റ് കാണിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഫസ്റ്റ് പാക്കിംഗ് ആണ്. നാളെ കൊണ്ടുപോയിട്ട് വേറെയും ഇവിടെ നെടുമങ്ങാട് കുറച്ച് ഫിഷ് പോകാനുണ്ട്. ഓക്കെ, അപ്പോൾ നെടുമങ്ങാട് പോകാനുള്ള ഫിഷിലൊന്ന് ഇതിലൊന്നും പോകും നെടുമങ്ങാട്. പിന്നെ ബാക്കി വേറെ ഒരെണ്ണം ഇത് തൃശ്ശൂർ പോകാനുണ്ട്, ഇത് കൊറിയർ. ഓക്കെ ഫ്രണ്ട്സ്, ഇതാ ഇവിടെ കണ്ട എല്ലാം പാക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകും. ഓക്കെ, ഇനി അപ്പോൾ എൻ്റെ ബാഗ്. യാ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എൻ്റെ ബാഗൊക്കെ എടുത്തിട്ട് ഓക്കെ ഇതാ ഇവിടെ നിന്ന് അവന്മാരെ ഞാനാണ് ഓടിക്കണത്, അവിടെ ഉള്ളവന്മാരെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ താക്കോലൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ അപ്പൂൻ്റെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് തിരിക്കുകയാണ്. അത് ഞാൻ എടുക്കണം. ഇനി ഓക്കെ പാക്ക് ചെയ്തെടുത്തു, സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. റബ്ബർ ബാൻഡ് ഇവിടെ ഉണ്ടോ അപ്പച്ചനെ? ഇരിക്കട്ടെ അച്ഛൻ. ഓഹോ ഓക്കെ, അപ്പച്ചന് ഫ്രീ ആയിട്ട് കുറച്ച് റബ്ബർ ബാൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സന്തോഷം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ചലിക്കുകയാണ്. നമ്മുടെ ബാഗൊക്കെ എടുത്തു, ഇനി ഹെൽമെറ്റൊക്കെ എടുത്തു, എല്ലാം ഫിറ്റ് ചെയ്തിട്ട് ഓക്കെ ബൈ ബൈ. ഓ വന്നപ്പോൾ ഇങ്ങനെ വന്ന് അല്ല, അത് കുറച്ച് ഞാൻ നേരെ വെക്കും. ഇത് ഫുള്ള് കാണിക്കാൻ വേണ്ട. ഓക്കെ, അപ്പം ഞാൻ പോണേ. ബൈ ബൈ. ഓക്കെ ബൈ ബൈ. ഓക്കെ ഓക്കെ ബൈ ബൈ. ടാറ്റാ. അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. ഇനിയിപ്പോൾ കിടന്ന് ഉണങ്ങിയാൽ പോകുമ്പോൾ ദൂരെ അത് അഴുക്ക് റോഡ് ഫുള്ള്. എന്നാണ് ഞാൻ ദിവ്യാൻ പോയി. പോണേ അപ്പം. അപ്പോൾ ഞാൻ ഫിഷെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഫുഡൊന്നും കഴിച്ചില്ല ഇത്ര സമയമായിട്ട്. നല്ല വിശപ്പുണ്ട്, തലയൊക്കെ കറങ്ങുന്നുണ്ട്. നാളെ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ എല്ലാം ചെയ്യാമെന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇനി ബാഗും ഇതെല്ലാം ഊരി വെച്ച് ഇനി ഫിഷിനെ എല്ലാം റിലീസ് ചെയ്യണം. സോ ഫിഷിനെ എല്ലാം റിലീസ് ചെയ്തിട്ടാണ് നാളെ നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നാളെ ഇവിടെ നിന്ന് എനിക്ക് കുറച്ച് എൻ്റെ കയ്യിലുള്ള കളക്ഷനാണ് കൂടുതലും. ഇപ്പോൾ പിന്നെ കുറച്ചില്ലാത്തതുകൊണ്ടാണ് അപ്പൂൻ്റെ കയ്യിൽ നിന്ന് എടുത്തത്. പിന്നെ ഏകദേശം അപ്പൂൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ തന്നെയാണ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇന്ന് കുറച്ച് എഡിറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാണ് ഇരുന്നത്, പക്ഷേ ഒന്നിനും സമയം കിട്ടില്ല. സോ ഇനി അടുത്ത് പോയി ഫുഡ് കഴിക്കട്ടെ. ഇതാ വീട്ടിലെ ഫ്രണ്ടിലെത്തി. ഇനി ഫുഡ് കഴിച്ചിട്ട് വന്ന് ഫിഷിനെ തുറന്നു വിടാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഐ എം റിയലി ടയേർഡ്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.